എല്ലാവർക്കും നമസ്കാരം. വിഷ്ണു ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട പുണ്യമാസമാണ് വൈശാഖ മാസം. മാധവന് പ്രിയങ്കരമായതിനാൽ മാധവമാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം മുഴുവൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് വിശ്വാസം. വൈശാഖ മഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ കാലത്ത് പുണ്യകർമ്മങ്ങൾക്കും വിഷ്ണു ഉപാസനയ്ക്കും 10 മടങ്ങ് ഫലം ലഭിക്കും. ഇക്കാലയളവിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. അനുഷ്ഠാനങ്ങളിൽ സ്നാനവും ജപവും ദാനവും പ്രധാനമാണ്. 6 നാഴിക പുലരുന്നതുവരെ ജലാശയങ്ങളിലും തീർത്ഥഘട്ടങ്ങളിലും ഗംഗാദേവിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നതിനാൽ പ്രാതസ്നാനം സർവ്വതീർത്ഥസ്നാന ഫലം നൽകുന്നു. പൂജ, ഹോമം, പുരാണപാരായണം, സജ്ജന സംസർഗം, ദാനധർമ്മം എന്നിവയും വൈശാഖകാലത്ത് അത്യന്തം പുണ്യപ്രദങ്ങളാണ്. കലിദോഷ നിവാരണ മന്ത്രം നിത്യവും 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങളകന്ന് മനസ്സ് സൂര്യനെപ്പോലെ തെളിവുറ്റതാകും. 108 തവണ ജപിക്കുന്നത് ശ്രേഷ്ഠവുമാണ്. കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമമാണ് ഇത്. കലിദോഷ നിവാരണ മന്ത്രം ഇതാണ്: ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വൈശാഖ മാസം അനേകം പുണ്യ ദിവസങ്ങളുണ്ട്. അതിലൊന്നാണ് അക്ഷയ തൃതീയ. ബലരാമൻ്റെ ജന്മദിനവും ഈ ദിനം തന്നെ. ആ ദിവസം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഒരിക്കലും ക്ഷയിക്കാത്ത ഫലം ഉള്ളതിനാൽ അക്ഷയ തൃതീയ എന്നും അറിയപ്പെടുന്നു. പരശുരാമ അവതാരവും വൈശാഖത്തിൽ അക്ഷയ തൃതീയ ദിവസം തന്നെയാണ്. വൈശാഖത്തിലെ ശുക്ലചതുർദശി ദിവസം അത്രേ നരസിംഹ ജയന്തി. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളും വരുന്ന ഈ വൈശാഖ മാസം തന്നെയാണ് വിഷ്ണുപ്രീതിക്ക് അത്യുത്തമം. ഒരു ദിവസം ഒരു അധ്യായം എന്ന ക്രമത്തിൽ 30 ദിവസങ്ങൾ കൊണ്ട് വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട് സമ്പൂർണ്ണമായി പാരായണം ചെയ്യുക എന്ന രീതിയും നിലവിലുണ്ട്. വ്രതാനുഷ്ഠാനവും വൈശാഖ മാസത്തിലെ പുണ്യകർമ്മങ്ങളിൽ പെടുന്നു. സ്നാനം, വിഷ്ണുപൂജ, മറ്റു വ്രതാനുഷ്ഠാന നിബന്ധനകൾ ഇവയാണ് വ്രതം ആചരിക്കുന്നവർക്ക് ആവശ്യം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ വൈശാഖ മാസത്തെ പറ്റിയുള്ള ഈ വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരെ നന്ദി, നമസ്കാരം.